ആകാശത്തിലൂടെയുള്ള യാത്രയ്ക്ക് വെറും 500 രൂപ. കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം, അല്ലേ? എന്നാൽ അടുത്തിടെ അമേരിക്കയിൽ നടന്ന ചരിത്രപരമായ ഒരു പരീക്ഷണ പറക്കൽ വ്യോമയാന രംഗത്തെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വിമാനം അതിന്റെ കന്നിപ്പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി. അതിന് ചിലവായ കറണ്ട് ചാർജ് വെറും $5. അതായത് നമ്മുടെ ഇന്ത്യൻ രൂപയിൽ ഏകദേശം 500 രൂപ മാത്രം. എന്താണ് ഈ ഇലക്ട്രിക് വിമാനത്തിന്റെ പ്രത്യേകതകൾ? നമുക്ക് പരിശോധിക്കാം. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹാർട്ട് എയറോസ്പേസ് എന്ന കമ്പനിയാണ് X1 എന്ന പേരിലുള്ള വിമാനം വികസിപ്പിച്ചത്. ഉപഗ്രഹാധിഷ്ഠിത പരീക്ഷണങ്ങളല്ല, പൂർണ്ണമായും ബാറ്ററി കരുത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ വിമാനമാണിത്. 106 അടി ചിറകളവും 25,000 പൗണ്ടിലധികം ഭാരവുമുള്ള ഈ വിമാനത്തിന് ഒരു സ്കൂൾ ബസിന്റെ അത്രയും വലിപ്പമുണ്ട്. ന്യൂയോർക്കിൽ നടന്ന പരീക്ഷണത്തിൽ 1100 അടി ഉയരത്തിൽ 27 മിനിറ്റാണ് ഇത് പറന്നത്. ഈ 27 മിനിറ്റ് പറക്കാൻ ഉപയോഗിച്ച വൈദ്യുതിയുടെ ചെലവാണ് $5, അല്ലെങ്കിൽ 500 രൂപ. ഇത് വ്യോമയാന മേഖലയിൽ വലിയൊരു വിപ്ലവത്തിന് തുടക്കമിടുന്നു. X1 നൽകിയ ഡാറ്റ ഉപയോഗിച്ച് ഹാർട്ട് എയറോസ്പേസ് നിർമ്മിക്കാൻ പോകുന്ന അടുത്ത മോഡലാണ് ES-30. മുപ്പത് പേർക്ക് യാത്ര ചെയ്യാവുന്ന ഹൈബ്രിഡ് ഇലക്ട്രിക് വിമാനമാണിത്. 2031 ഇത് സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുകൊണ്ട് എന്താണ് ഗുണം? സാധാരണ റീജിയണൽ വിമാനങ്ങളെ അപേക്ഷിച്ച് ഇതിന്റെ ലളിതമായ ഇലക്ട്രിക് മോട്ടോറുകൾ കാരണം മെയിൻ്റനൻസ് ചെലവും ഇന്ധന ചെലവും 40% വരെ കുറയും. സമീപ നഗരങ്ങളിലേക്ക് കുറഞ്ഞ ചെലവിലുള്ള യാത്രാ സർവീസുകൾ വർദ്ധിക്കും. കൂടാതെ ശബ്ദ മലിനീകരണവും അന്തരീക്ഷ മലിനീകരണവും ഇല്ല. എന്നാൽ ഇതിന് ചില വെല്ലുവിളികളുമുണ്ട്. ഇലക്ട്രിക് കാറുകളിലെ പോലെ വിമാനങ്ങളിലും പ്രധാന വില്ലൻ ബാറ്ററിയുടെ ഭാരമാണ്. വലിയ അന്താരാഷ്ട്ര സർവീസുകൾക്കോ നൂറുകണക്കിന് യാത്രക്കാരുമായി പറക്കുന്ന വലിയ ജെറ്റ് വിമാനങ്ങൾക്കോ ഇലക്ട്രിക് സാങ്കേതിക വിദ്യ പൂർണ്ണമായി ഉപയോഗിക്കാൻ ബാറ്ററികളുടെ വികസനം ഇനിയും ആവശ്യമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, പെട്ടെന്നൊരു ദിവസം കൊണ്ട് 500 രൂപയുടെ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലും വരും കാലങ്ങളിൽ റീജിയണൽ വിമാനയാത്രകൾ കൂടുതൽ ലാഭകരവും പരിസ്ഥിതി സൗഹൃദവുമാക്കാൻ ഈ പരീക്ഷണ പറക്കൽ വഴിതെളിക്കും. Waytonikah.com, the exclusive Muslim matrimonial site.